നമുക്ക് എങ്ങനെയാണ് ഒരു അറയിലേക്ക് എലമെൻസിനെ ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ അറ ഇതാണെന്ന് വിചാരിക്കുക. അതിൽ 10, 20, 30, 40, 50, 60, 70 ഇത്ര എലമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് 4th പൊസിഷനിലേക്ക് ഒരു 35 എന്ന എലമെൻറ്റിനെ കയറ്റണം. 4th പൊസിഷനിലേക്ക് 35 എന്ന എലമെൻറ്റിനെ കയറ്റണം. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? 4th പൊസിഷൻ, ഇപ്പം അറേ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്? 0th പൊസിഷനിൽ നിന്നാണ് അറേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 0th പൊസിഷനെയും ഫസ്റ്റ് പൊസിഷനെയും സെക്കൻഡ് പൊസിഷനിലെയും എലമെൻസിനെ അതേപോലെ തന്നെ നിർത്തിയിട്ട് ബാക്കിയുള്ള എലമെൻസിനെ എന്ത് ചെയ്യണം? താഴേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അതായത് ഒരു A6 പകരം A7 കൂടെ നമ്മൾ പ്ലേസ് ചെയ്യുക. എന്നിട്ട് ഓരോ വാല്യൂസിനെയും താഴേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 4th പൊസിഷനിൽ 35 എന്ന എലമെൻസിനെ പ്ലേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം എഴുതണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അറയിലേക്ക് എത്ര എലമെൻസിനെയാണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അറയിലേക്ക് എത്ര എലമെൻസിനെയാണ് എൻ്റർ ചെയ്യേണ്ടതെന്ന് ഒരു കമൻറ്റ് വേണം. അപ്പോൾ എന്താ? എൻ്റർ ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അറയിലേക്ക് എത്ര എലമെൻസിനെ എൻ്റർ ചെയ്യണം. അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ n കൊടുത്തു. അപ്പോൾ ആ n-നെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് മെട്രിക്സിലെ എലമെൻസിനെ റീഡ് ചെയ്യാനും പ്രിൻറ്റ് ചെയ്യാനും നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്? ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് മെട്രിക്സിലെ എലമെൻസിനെ റീഡ് ചെയ്യുകയും പ്രിൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാൻ വേണ്ടി. ഫോർ ലൂപ്പ് 1 ഡയമെൻഷനിലാണെങ്കിൽ ഒരു ഫോർ ലൂപ്പ് മതി, 2 ഡയമെൻഷനിലാണെങ്കിൽ 2 ഫോർ ലൂപ്പ് വേണം. അപ്പോൾ ഫോർ ലൂപ്പിനകത്ത് നമ്മൾ i യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഐയുടെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഏത് പൊസിഷനിലേക്കാണ് വാല്യൂ വെക്കേണ്ടത് എന്ന് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഏത് പൊസിഷനിലേക്കാണ് വാല്യൂ വെക്കേണ്ടതെന്ന് അറിയേണ്ടത് കൊണ്ട് നമുക്ക് എന്ത് വേണം? പൊസിഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി POS എന്ന് പറഞ്ഞൊരു വാല്യൂ കൂടെ കൊടുത്തു. ഇനി നമ്മൾ ഔട്ട്പുട്ട് സ്ക്രീനിൽ നിന്നാണ് ഈ വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അതായത് 10, 20, 30, 40, 50, 60, 70 എന്നിങ്ങനെ വാല്യൂസ് എൻ്റർ ചെയ്യുന്നത് ഔട്ട്പുട്ട് സ്ക്രീനിൽ നിന്നാണ്. അപ്പോൾ ആ എലമെൻറ്റ്സ് എൻ്റർ ചെയ്യാനുള്ള അറേ നമ്മൾ എഴുതി കൊടുക്കുക. പ്രിൻ്റ് ഓഫ് എൻ്റർ ദ അറേ എലമെൻറ്റ്സ് കൊടുത്തു. ലൂപ്പ് ഇട്ടിട്ട് നമ്മൾ ആ അറേ എലമെൻറ്റ്സിനെ റീഡ് ചെയ്യാൻ വേണ്ടി scanf %d %AO5 കൊടുത്തു. ഇനി നമുക്ക് ഏത് ഐറ്റമാണ് ഇൻസേർട്ട് ചെയ്യേണ്ട ഐറ്റം ഏതാണെന്ന് പറയണം. നമുക്കിപ്പം 4th പൊസിഷനിൽ 35 എന്ന നമ്പറാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പം അത് എൻ്റർ ചെയ്യാനും റീഡ് ചെയ്യാനും ഒരു കമൻറ്റ് വേണ്ടേ? അപ്പം അങ്ങനെ ഏത് നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടതെന്ന് ഒരു കമൻറ്റ് വരണം. എൻ്റർ ആൻ ഐറ്റം ടു ബി ഇൻസേർട്ടഡ്. അപ്പോൾ ആ ഐറ്റത്തിനെ റീഡ് ചെയ്യണം. നമുക്ക് കമൻ്റായിട്ട് എന്ത് വരും? എൻ്റർ ആൻ ഐറ്റം ടു ബി ഇൻസേർട്ടഡ് എന്ന് വരും. അപ്പോൾ ആ നമ്പർ നമുക്ക് എൻ്റർ ചെയ്യുമ്പോൾ റീഡ് ചെയ്യുന്ന scanf %d % നമ്പർ കൊടുത്തു. ഇനി നമുക്ക് ഏത് പൊസിഷനിലേക്കാണ് അതിനെ വെക്കേണ്ടത്? നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് 1, 0, 1, 2, 3. അപ്പോൾ എത്രാമത്തെ പൊസിഷൻ ഏതായിരിക്കും വരുന്നത്? 1, 2, 3, 4ാമത്തെ പൊസിഷനിലേക്കാണ് നമുക്ക് വാല്യൂസിനെ എടുത്ത് വെക്കേണ്ടത്. അപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി, പൊസിഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്താ? പൊസിഷൻ ഓഫ് ദി ഐറ്റം scanf %d % പൊസിഷൻ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൽ ഷിഫ്റ്റിംഗ് നടക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഇവിടത്തേക്കാണ്, ഈ 14 ഇരുന്ന സ്ഥലത്തേക്കാണ് നമുക്ക് 35നെ വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരെണ്ണം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ A6 എന്നുള്ളത് എന്താകും? A7 ആകും. A6 എന്നുള്ളത് എന്താകണം? ഒരു ഫീൽഡും കൂടെ നമുക്ക് എക്സ്ട്രാ വെക്കണ്ടേ? ഇവിടെ ഒരു ഫീൽഡും കൂടെ എക്സ്ട്രാ വെച്ചു. അതാണ് A7. ആ A7ലേക്ക് ഏതിൻ്റെ വാല്യൂ വെക്കുന്നത്? A6ൻ്റെ വാല്യൂ ആണ് വെക്കുന്നത്. A7ലേക്ക് ഏതിൻ്റെ വാല്യൂ ആണ് വെക്കുന്നത്? A6ൻ്റെ വാല്യൂ ആണ് വെക്കുന്നത്. A7ലേക്ക് A6ൻ്റെ വാല്യൂ വെക്കും. അതായത് A(i)ലേക്ക് A(i-1)ൻ്റെ വാല്യൂ ആണ് നമുക്ക് വെക്കേണ്ടത്. ഓക്കെ, അതാണ് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത്. ഐയുടെ വാല്യൂ നമ്മൾ
n ആക്കും. i ഗ്രേറ്റർ ദാൻ ഇക്വൽ ടു പൊസിഷൻ -1 i മൈനസ് മൈനസ്. അതായത് നമുക്ക് ഈ 70 വാല്യൂവിനെ എവിടേക്കാണ് വെക്കേണ്ടത്? a ഓഫ് 7ലേക്ക് വെക്കണം. അപ്പോൾ അതായത് a ഓഫ് 7 ഈക്വൽ ടു എന്തെന്ന് വരും? a ഓഫ് 6 എന്ന് വരും. a ഓഫ് 7 ഈക്വൽ ടു എന്തെന്ന് വരും? a ഓഫ് 6 എന്ന് വരും. അതിന് നമുക്ക് i വെച്ചിട്ട് എഴുതുമ്പോഴാണ് എന്താ എഴുതാം? a ഓഫ് i ഈക്വൽ ടു a ഓഫ് i മൈനസ് 1 എന്ന് പറയണം. അപ്പോൾ i സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നായിരിക്കണം? i ഈക്വൽ ടു എന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെന്താ? i ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു പൊസിഷൻ -1. ഇനി എന്താ ചെയ്യേണ്ടത്? ഓരോന്നിൻ്റെയും വാല്യൂസ്, ഇപ്പോൾ ഈ 40ൻ്റെ വാല്യൂ എന്തായും? പൊസിഷൻ -1 ആണെന്ന് ഓരോന്നിൻ്റെയും വാല്യൂസ് ചെക്ക് ചെയ്യും. എന്നിട്ട് i മൈനസ് മൈനസ് കൊടുക്കും. ആദ്യം ഐയുടെ വാല്യൂ n ആക്കും. i ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു പൊസിഷൻ -1 ദെൻ i മൈനസ് മൈനസ് a ഓഫ് i ഈക്വൽ ടു a ഓഫ് i മൈനസ് 1. ഇനി നമുക്ക് ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ മെട്രിക്സിനകത്ത് ഈ ഭാഗത്ത് ഫ്രീ ആയിട്ട് സ്പേസ് കിട്ടി. ഈ ഭാഗത്ത് എന്ത് കിട്ടി? ഫ്രീ ആയിട്ട് സ്പേസ് കിട്ടി. ഇനി അവിടേക്ക് നമുക്ക് നമ്പർ എടുത്ത് വെക്കണം, വേണ്ടേ? അപ്പോൾ എന്താ കൊടുക്കേണ്ടത്? a ഓഫ് പൊസിഷൻ -1 ഈക്വൽ ടു എന്ത് കൊടുക്കണം? നം. ഈ പൊസിഷൻ എന്ന് പറയുന്നത് a ഓഫ് പൊസിഷൻ -1 ഈക്വൽ ടു എന്ത് കൊടുത്താൽ മതി? നമ്പർ എന്ന് കൊടുക്കുമ്പോൾ അതിലേക്ക് വാല്യൂസ് വന്നു. ഇനി എന്നിൻ്റെ വാല്യൂ എന്ത് എടുക്കണം? ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുക. n ഈക്വൽ ടു n+1. അതിനുശേഷം ന്യൂ അറേ പ്രിൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? i ഈക്വൽ ടു 0, i ലെസ് ദാൻ n, i++, പ്രിൻ്റ് ഓഫ് %d. അപ്പോൾ എലമെൻറ്റ്സ് എല്ലാം പ്രിൻ്റ് ചെയ്ത് വരും. അതായത് നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെ കിട്ടും? 10, 20, 30. ഇവിടെ എന്ത് വരും? 35, 40, 50, 60, 70 ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് വരും. ഇങ്ങനെയാണ് അറേ ഇൻസേർഷൻ നടക്കുന്നത്.